ഈ നമ്മൾ കണ്ടുവരുന്നൊരു സംഭവമാണ് തല്ലിപ്പഠിപ്പിച്ചാലേ കുട്ടികൾ നന്നാവും എന്നുള്ളത്. ശരിക്കും കുട്ടികളെ തല്ലിപ്പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? തല്ലിപ്പഠിപ്പിക്കേണ്ട ആവശ്യം ഒരിക്കലുമില്ല. നമ്മളൊരു കുട്ടീനെ പണിഷ് ചെയ്ത് അല്ലെങ്കിൽ ഫിസിക്കലി പണിഷ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ അതിനർത്ഥം ആ കുട്ടി പഠിക്കുന്ന കാര്യം ഒരു വ്യക്തിയെ കൊണ്ടൊരു കാര്യം നേടണമെങ്കിൽ യു ഹാവ് ടു പണിഷ് ദം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കുട്ടിയിലും ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട് കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാരെ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, എങ്ങനെയാണ് നമ്മൾ 10 മാസം ചുമന്ന് പ്രസവിച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ പറ്റുന്നത് എന്ന്. സ്ത്രീകൾ പാസ് ചെയ്ത് പോകുന്നൊരു ഫേസാണിത്. അതായത് കുഞ്ഞിനെ പ്രസവിച്ച് നിൽക്കുമ്പം അവരൊരു ഫേസ് ചെയ്യുന്നൊരു ലോൺലിനെസ് ഉണ്ട് ലൈഫിൽ. ഈ എഡിക്ഷൻ ഒരുപാടുണ്ട്. ഈ ലിക്കറിനോടായാലും സിഗരറ്റിനോടായാലും ഡ്രഗ്സിനോടായാലും ഒക്കെയുള്ള. എന്തുകൊണ്ടാണ് മനുഷ്യന് ഈ ഇത്തരത്തിലുള്ള വസ്തുക്കളോട് ഭയങ്കരമായിട്ടുള്ളൊരു എഡിക്ഷൻ വരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയിലൊരു അഡിക്ഷൻ എന്ന് പറയുന്നതിനോട് ഓൾമോസ്റ്റ് 8ഓളം റീസൺസ് ഉണ്ട്. ഈ പോൺ വാച്ചിങ് എഡിക്ഷൻ ഇല്ലേ, അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? മനുഷ്യരുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. ദേ വാണ്ട് ടു ട്രൈ എ ലോട്ട് ഓഫ് തിങ്സ്. ഇതൊക്കെ കണ്ടുവരുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വാണ്ട് ടു അഡോപ്റ്റ് ഇറ്റ് ഇൻ ദർ ലൈഫ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ജീവിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു നമ്മൾ സങ്കടപ്പെട്ട് ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടുന്ന റീൽസ് കാണുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മോട്ടിവേഷൻ വേണമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും മോട്ടിവേഷൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണുക. നമ്മൾ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന മോട്ടിവേഷൻ പിന്നെ എന്താ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്? മോട്ടിവേഷനും കുളിയും ഒരുപോലെയാണെന്ന്. കാര്യം രണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ഇപ്പോൾ റീസെൻ്റായിട്ട് എല്ലാവരും ആഘോഷിച്ച സിനിമയാണ് ലോക. അപ്പോൾ ഈ ലോകയുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള സന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി, അവർക്ക് ADHD ആണെന്ന് പറഞ്ഞിട്ട് പത്രങ്ങളിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത കണ്ടിരുന്നു. അതിനുശേഷം അതിൽ വന്ന കമൻസ് ഈ ADHD ഉള്ള ആളുകൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും എന്നൊക്കെയുള്ളൊരു കമൻസും ഉണ്ടായിരുന്നു. കുറേ പേര് ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ADHD ആയിരിക്കും അല്ലേ എന്നൊക്കെ. അപ്പോൾ അതൊരു സെലിബ്രിറ്റീസ് അങ്ങനെ പറയുന്നതുകൊണ്ട് നമ്മളും അതൊരു ട്രെൻഡാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ADHD എന്ന് പറയുന്നത് ഇപ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അത് കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്, അഡൽട്സിലും ഉണ്ട്. അപ്പം ADHD പൊതുവേ അതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. എന്ന് വെച്ചാൽ ആസ് വി ഗ്രോ അപ്പ് ഇറ്റ് കീപ്സ് ഓൺ ഡെവലപ്പിംഗ്. നമ്മുടെ ഒപ്പം തന്നെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ADHD ഉള്ള വ്യക്തികളിൽ പൊതുവേ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ട്രേറ്റ് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ദർ സൂപ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ്. ഒന്നിലും അടങ്ങിയിരിക്കാനോ ഒന്നും പറ്റില്ല അവർക്ക്. പ്ലസ് ചിലർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കാനോ പറ്റില്ല. ADHD ഉള്ളവർക്ക് ADHD മാത്രമല്ല, അവർക്ക് മറ്റ് പല ഡിസോർഡേഴ്സിൻ്റെയും ട്രേറ്റ്സ് കണ്ടുവരാം. ഇപ്പോൾ ADHD ഉള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ഒപ്പോസിഷണൽ ഡിഫൈൻസ് എന്നൊക്കെ പറയും. അതായത് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ADHD കൊണ്ട് ബൈപ്പോളർ പോലുള്ള മറ്റ് പല ഡിസോർഡേഴ്സും ഡെവലപ്പ് ചെയ്ത് വരും. അപ്പം ADHD ഉള്ള വ്യക്തികൾക്ക് ADHD മാത്രമല്ല, ദേ വിൽ ഹാവ് മൾട്ടിപ്പിൾ അതർ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അതർ സിംറ്റംസ്. അതുപോലെ തന്നെ പഠിക്കാനുള്ള ഇഷ്യൂസ് ഉണ്ടാവും, ചില സബ്ജക്ട്സിൽ വീക്കായിരിക്കും. അപ്പം ഇപ്പോൾ ADHD എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും ഓരോ ADHD ക്ലയൻറ്റിൻ്റെയും സിംറ്റംസ് വ്യത്യാസമായിരിക്കും. ചില സിംറ്റംസ് ഓവർലാപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും സിംറ്റംസിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ പറയുന്നില്ല ADHD നെഗറ്റീവ് സൈഡ്സ്. ഞാൻ കണ്ടുവന്നത് ADHD ഉള്ളവർക്കെല്ലാം അവർക്കൊരു പോസിറ്റീവ് സൈഡും കൂടെ ഉണ്ട്. പൊതുവേ ADHD ഉള്ള ക്ലയൻസിന് അവരുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ലെവലൊരു അവർക്കൊരു കഴിവുണ്ടാവും. പലപ്പോഴും അത് വളരെ അമാനുഷിക ലെവലുള്ള കഴിവുകൾ. എൻ്റെ ചില ADHD ക്ലയൻസ്, ഇപ്പം ഒരു ക്ലയൻറ്റിനെ ഞാൻ കണ്ടു, ഓൾമോസ്റ്റ് ലെസ് ദാൻ 15 വയസ്സ് താഴെയുള്ളൊരു കുട്ടിയാണ്. ADHDയുടെ പല സിംറ്റംസും കണ്ടെങ്കിലും ആൾ സ്വന്തമായിട്ട് 3-4 ആപ്പ് ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു ക്ലയൻറ്റിനെ ഞാൻ കണ്ടത് ഫോട്ടോഗ്രാഫിക് മെമ്മറി. 7-8 വർഷം മുമ്പ് ഇന്ന ദിവസം ഇന്ന സമയത്ത് നടന്ന ആ മെമ്മറി പുള്ളി എക്സാക്ട്ലി ഓർത്തിരിക്കുന്നുണ്ട്. അന്ന് ആരെ മീറ്റ് ചെയ്തു, അവരെന്ത് ഡ്രസ്സ് ഇട്ടിരുന്നു, അന്ന് അവരെന്ത് കഴിച്ചു. അത് ഒരു നോർമൽ ഹ്യൂമൻ ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. സോ ADHD ഉള്ളവർക്ക് ദേ ഹാവ് എ പോസിറ്റീവ് സൈഡ് ഓൾസോ. പൊതുവേ ADHD ഉള്ള കുട്ടികളിൽ പേരൻസിനോട് നമ്മൾ പറയുന്നത് യു ഹെൽപ്പ് ദം ടു ഡെവലപ്പ് ദറ്റ് പോസിറ്റീവ് സൈഡ് എന്ന് പറയും. ഈവൻ എനിക്കറിയാവുന്നൊരു ADHD ക്ലയൻ്റ് ഉണ്ട്. ദറ്റ് പേഴ്സൺ ഈസ് സോ ഗുഡ്. എന്ന് വെച്ചാൽ ആളുടെ ഒരു മെയിൻ കഴിവെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സ് വായിക്കുക എന്നുള്ളത്. ആ ക്ലയൻറ്റിന് നമ്മൾ എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നതെന്ന് ആ കുട്ടിയുടെ മനസ്സിലുണ്ട്.
ആൾക്ക് ഓരോ സെഷനും ആൾക്ക് ഭയങ്കര പ്രെഡിക്റ്റബിളാണ്. സോ ഓരോ തെറാപ്പിസ്റ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. പേരൻറ്റിനോട് പറയും ദാറ്റ് ദിസ് തെറാപ്പിസ്റ്റ് ഇസ് നോട്ട് ഗുഡ്, കാര്യം ഈ സെഷൻ എങ്ങനെ നീങ്ങുന്നു എന്നുള്ളത് എനിക്കറിയാം എന്ന് പറയും. അതായത് ആ തെറാപ്പിസ്റ്റിൻ്റെ പോലും മനസ്സ് വായിച്ചെടുക്കാനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ട്, വിച്ച് ഇസ് വെരി റയർ. സോ ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ഡയറക്ടർ അത് പറഞ്ഞെങ്കിൽ ഷീ ക്യാൻ ഹാവ് ഇറ്റ്. അപ്പം അത് ഡയഗ്നോസ്ഡ് ആവാം. കേസിൽ പൊതുവേ നമ്മൾ കണ്ടുവന്നത് അവർക്കൊരു എക്സ്ട്രാ ഓർഡിനറി കപ്പാസിറ്റി ഉണ്ടാവും, വിച്ച് ഈസ് നോർമൽ ഹ്യൂമൻസിനെക്കാട്ടിലും ഹയർ ആയിരിക്കും. സോ അതുള്ള വ്യക്തികളിൽ അത് കാണാൻ പറ്റും. പക്ഷേ അത് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു പ്രത്യേക കഴിവുള്ളത് കൊണ്ട് എനിക്ക് ADHD ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു കഴിവുള്ളത് കൊണ്ട് എനിക്ക് ADHD ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എനിക്ക് ADHD ഉള്ളതുകൊണ്ട് എനിക്കൊരു കഴിവുണ്ടെന്ന് പറയാം, ബട്ട് യു കനോട്ട് സേ ദ റിവേഴ്സ്. എനിക്കൊരു കഴിവുണ്ടെങ്കിൽ അത് മീൻസ് എനിക്കൊരു കഴിവുണ്ട്. ഇനി അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ കഴിവ് ഏതാണോ അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നമുക്കും ലോകത്തിനും ഗുണമുള്ള രീതിയിൽ അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. യു ഡോണ്ട് ഹാവ് ടു തിങ്ക് ദാറ്റ് ഇറ്റ് മീൻസ് ഐ ഹാവ് സംതിങ് മച്ച് മോർ വേഴ്സ്. തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ നമ്മൾ കണ്ടുവരുന്നൊരു സംഭവമാണ് തല്ലിപ്പഠിപ്പിച്ചാലേ കുട്ടികൾ നന്നാവും എന്നുള്ളത്. പക്ഷേ ഈ തല്ലിപ്പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഈ തല്ലിപ്പഠിപ്പിച്ചതിൻ്റെ ട്രോമയും പേറിയാണ് ജീവിക്കുന്നത്. ശരിക്കും കുട്ടികളെ തല്ലിപ്പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, നന്നാക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരിക്കലുമില്ല. നമുക്ക് തല്ലിപ്പഠിപ്പിക്കേണ്ട ആവശ്യം ഒരിക്കലുമില്ല. നമ്മളൊരു കുട്ടീനെ പണിഷ് ചെയ്ത് അല്ലെങ്കിൽ ഫിസിക്കലി പണിഷ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ അതിനർത്ഥം ആ കുട്ടി പഠിക്കുന്ന കാര്യം, ഒരു വ്യക്തിയെ കൊണ്ടൊരു കാര്യം നേടണമെങ്കിൽ യു ഹാവ് ടു പണിഷ് ദം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കുട്ടിയിലും ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ഒരു ഫിസിക്കൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിനോട് ഒരിക്കലും ഞാൻ സപ്പോർട്ടീവ് അല്ല. ഈവൻ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിയാൽ കുട്ടികൾക്ക് കേസ് കൊടുക്കാം, എൻ്റെ അച്ഛനും അമ്മയും എന്നെ തല്ലിയെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മുടെ തേർഡ് വേൾഡ് കൺട്രീസിലൊക്കെ കുട്ടികളെ മേലുപദ്രവം കൊടുത്ത് നന്നാക്കുന്ന ടെൻഡൻസി ഇന്നും ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിലല്ല, ഇപ്പം റീസെൻ്റ്ലി നോക്കിയാലും പല ക്ലയൻസും പറയാറുണ്ട് എൻ്റെ കുട്ടിയെ ഞാൻ അടിക്കാറുണ്ടെന്നൊക്കെ പറയും. ഒരു കൗതുകകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഡിപ്രഷൻ, ഈ വിഷാദ രോഗം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ വിശ്വാസം എന്ന് പറയുന്നത് ഈ വിഷാദ രോഗമൊക്കെ ഉള്ള കുട്ടികൾ, ഇപ്പം ഡിപ്രഷനുള്ള കുട്ടികൾ മുറിയിൽ അടച്ചിരിക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആക്റ്റീവ് അല്ലാതെ മാറി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ തലക്കെട്ടൊരെണ്ണം കൊടുത്താൽ ശരിയാകും എന്ന് തിങ്ക് ചെയ്യുന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. കാര്യം തല്ലി പഠിപ്പിച്ചാൽ കുട്ടി നന്നാവും എന്ന് തിങ്ക് ചെയ്യും. പക്ഷെ ഒരിക്കലുമില്ല. അത് ആ കുട്ടിയുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുവാണ്. എസ്പെഷ്യലി 15-16 വയസ്സിലെ കുട്ടികളൊക്കെ തല്ലി പഠിപ്പിച്ച കേസുകളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അത് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല ഒരിക്കലും. ദാറ്റ് ഈസ് ഒരു രീതിയിലും ആ കുട്ടിയോ ആ പേരൻറ്റിനെയോ അത് ഹെൽപ്പ് ചെയ്യുന്നില്ല. മറ്റുള്ളവരെ തല്ലി പഠിപ്പിക്കാനോ കുട്ടിയെ അത് പ്രേരിപ്പിക്കത്തേ ഉള്ളൂ. നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും നമ്മുടെ പേരൻറ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പേഴ്സണലി ഞാൻ എൻ്റെ കുട്ടികളെ തല്ലാറില്ല. ഞാനെപ്പോഴും പറയും, നമ്മൾ കുട്ടികളിൽ പെർഫെക്ഷൻ അല്ല എക്സ്പെക്ട് ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ പ്രസൻസ് കൊടുക്കേണ്ടത്. ഗിവ് പ്രസൻസ് ദാൻ എക്സ്പെക്ട് പെർഫെക്ഷൻ. നമ്മുടെ പ്രസൻസ് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം നമ്മളും അവരൊപ്പം നിൽക്കുമ്പോൾ തല്ലി പഠിപ്പിക്കേണ്ട ഒരു കൺസെപ്റ്റോടെ വരുന്നില്ല. ദാറ്റ് ഈസ് എ വെരി റോങ് മെത്തേഡ് ടു അഡാപ്റ്റ്. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇപ്പോൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വാക്കാണ്, കേൾക്കുന്നൊരു വാക്കാണ്. നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട്, കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാരെ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, എങ്ങനെയാണ് നമ്മൾ 10 മാസം ചുമന്ന് പ്രസവിച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ പറ്റുന്നത് എന്ന്. അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇപ്പോൾ മിക്ക സ്ത്രീകളിലും ഉണ്ട്. ഈ കൊല്ലുന്നതിനെ അപ്പോൾ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല, പക്ഷേ ഈ കൊല്ലുന്നതിനെ ഭയങ്കരമായിട്ട് ഈ സ്ത്രീയെ കൂടി കൊല്ലണമെന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. എങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ നോക്കിക്കാണുന്നത്? ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പം ഈ എസ്പെഷ്യലി ഡെലിവറി സമയത്ത്, എസ്പെഷ്യലി ആഫ്റ്റർ ഡെലിവറി, ഇറ്റ്സ് ദ വർക്ക് ഓഫ് എ ലോട്ട് ഓഫ് ഹോർമോൺസ്. അപ്പം ഇതുപോലൊരു നോർമൽ ഡിപ്രസീവ് സിംറ്റംസ് കാണിക്കുക, യുനോ സെക്ലൂഡ് ദംസെൽസ് ഫ്രം ദ വേൾഡ് എന്നൊരു കൺസെപ്റ്റാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ വരിക. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉണ്ട്. അതായത് ഈ ഡിപ്രസീവ് ഫേസ് കഴിയുമ്പം എസ്പെഷ്യലി സ്ത്രീകൾക്ക് പാസ് ചെയ്ത് പോകുന്നൊരു ഫേസാണിത്. അതായത് കുഞ്ഞിനെ പ്രസവിച്ച് നിൽക്കുമ്പം അവരൊരു ഫേസ് ചെയ്യുന്നൊരു ലോൺലിനെസ് ഉണ്ട് ലൈഫിൽ. അതായത് എൻ്റെ പാർട്ട്ണറോ എൻ്റെ പേരൻസോ എൻ്റെ വേണ്ടപ്പെട്ടവരൊന്നും എൻ്റെ സപ്പോർട്ടിനില്ല, ഐ ആം ലോൺലി ആൻഡ് ഇതെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണം എന്നൊരു തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. ആൻഡ് ദെൻ അതിൻ്റെ സെക്കൻഡ് ഫേസാണ് ഇതെല്ലാം പിന്നെ കുട്ടികളിലേക്ക് തിരിയും. ആദ്യം ലോകത്തെ നോക്കി കാണുമ്പം
ദ വേൾഡ് ഈസ് ലീവിങ് മീ അലോൺ. എൻ്റെ ഒപ്പം നിൽക്കാതെ ഐ എം അലോൺ ആൻഡ് ഐ ഹാവ് ടു ഹാൻഡിൽ ദിസ്. രണ്ടാമത് അവർ നോക്കുന്നത് ഇതിനെല്ലാം കാരണക്കാരനാരാണ്? ഈ കുട്ടിയാണ്. ബിക്കോസ് ഓഫ് ദ ചൈൽഡ് ഐ ഹാവ് ടു ഗോ ത്രൂ ഓൾ ദിസ്. സോ ഈ സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇതിനെല്ലാം കാരണക്കാരനായ കുട്ടിയെ എലിമിനേറ്റ് ചെയ്താൽ ഐ മൈറ്റ് ഹാവ് എൻ എസ്കേപ്പ് ഫ്രം ഓൾ ദിസ്. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരനായ വ്യക്തിയെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ്. സോ പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലൂടെയൊക്കെ പോകുന്ന ക്ലയൻസ്, പക്ഷെ അത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലുള്ള എല്ലാവർക്കും അങ്ങനെ കുട്ടിയെ എലിമിനേറ്റ് ചെയ്യണമെന്ന് തോന്നാറില്ല. ബട്ട് മെനി ഓഫ് ദം ഡു ഫീൽ ആ കുട്ടിയോടൊരു ഹേട്രഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക, ആ കുട്ടിയെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളത്, വിച്ച് നീഡ്സ് അർജൻറ്റ് കെയർ. ഈ എഡിക്ഷൻ ഒരുപാടുണ്ട്. ഈ ലിക്കറിനോടായാലും സിഗരറ്റിനോടായാലും ഡ്രഗ്സിനോടായാലും ഒക്കെയുള്ള. എന്തുകൊണ്ടാണ് മനുഷ്യന് ഈ ഇത്തരത്തിലുള്ള വസ്തുക്കളോട് ഭയങ്കരമായിട്ടുള്ളൊരു എഡിക്ഷൻ വരുന്നത്? ഈ എഡിക്ഷൻ പാരമ്പര്യമായിട്ട് വരുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ അണ്ടർലൈങ് ഡിസോർഡറിൻ്റെ ഭാഗമാണോ? അഡിക്ഷൻ എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയിലൊരു അഡിക്ഷൻ എന്ന് പറയുന്നതിനോട് ഓൾമോസ്റ്റ് 8ഓളം റീസൺസ് ഉണ്ട്. പക്ഷെ നമ്മൾ മേജറായിട്ട് നമ്മുടെ മോഡേൺ വേൾഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന 2-3 റീസൺസ്, ചിലർക്ക് ഇത് കംപ്ലീറ്റ്ലി ബയോളജിക്കലാണ്. ഇപ്പം അത് ഫാമിലീസിൽ അല്ലെങ്കിൽ ജീൻസിൽ ഓടുന്നുണ്ട്. ഇപ്പം ചിലരിപ്പം സിഗരറ്റ് സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ലിക്വർ കൺസപ്ഷനോ ഒക്കെ ഉള്ള ചില ക്ലയൻസിനോടൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഫാദറോ അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറും ഒക്കെ ഇതുപോലെ ചെയ്തിരുന്നു എന്ന് പറയുന്നവരുണ്ട്. സോ അഡിക്ഷൻ ജീൻസിൽ ഓടുന്നുണ്ട്. അതായത് ഫാമിലിയിൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത തലമുറകൾ കുറച്ചുകൂടി അഡിക്റ്റഡ് ആകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതായത് ഒരു സാധാരണ വ്യക്തിയെക്കാട്ടിലും കൂടുതൽ ആ ഒരു അഡിക്ഷനിലേക്ക് വീഴാനുള്ള ടെൻഡൻസി കൂടുതലുണ്ട് വെൻ ഇറ്റ് റൺസ് ഇൻ ദ ജീൻസ്. പക്ഷെ ചില സമയങ്ങളിൽ അത് ജീൻസിലുണ്ടാവണമെന്നില്ല. അപ്പം അഡിക്ഷൻസ് പല കാര്യങ്ങളോടുള്ള അഡിക്ഷൻസ്, ഇപ്പം സിഗരറ്റ് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, പോണോഗ്രാഫി, കൂടുതൽ അഡിക്ഷൻസ് കണ്ടുവരുന്നത് ടീനേജിൻ്റെ ഓൺസെറ്റിലാണ് കണ്ടുവരുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറുണ്ട്. അതായത് നമ്മൾ വളർന്നു വരുമ്പം ആദ്യത്തെ ഒരു 8-10 വയസ്സ് വരെ നമ്മൾ നമ്മുടെ പേരൻസിനെ കണ്ടു വളരുന്നു. എൻ്റെ പേരൻസ് എന്ത് ചെയ്യുന്നു, അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എൻ്റെ പേരൻസ് എങ്ങനെ ലോകത്തെ കാണുന്നു. സോ ആ സ്റ്റൈലാണ് ഞാൻ അഡോപ്റ്റ് ചെയ്യാൻ നോക്കുക. എന്നാൽ ഒരു ടീനേജിലേക്ക് കയറുമ്പോൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആകുമ്പോൾ കുറച്ചും കൂടെ സൊസൈറ്റി, ഒരു പിയർ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ക്യൂസ് പിക്ക് ചെയ്യാൻ ക്ലയൻസ് നോക്കും, മനുഷ്യർ നോക്കും. അതായത് എൻ്റെ പേരൻസ് മാത്രമല്ല, എൻ്റെ പൊതുസമൂഹത്തിൽ നിന്നും കൂടെ കാര്യങ്ങൾ എനിക്ക് ഒപ്പിയെടുക്കണം. ആൻഡ് അതാണ് എന്നെ ഒരു പൂർണ്ണ ഇൻഡിവിജ്വൽ ആക്കുന്നത്. ദാറ്റ്സ് ബേസിക് ഹ്യൂമൻ ബയോളജി. അപ്പം ഒരു 11, 12, 13 വയസ്സുള്ള കുട്ടികളൊക്കെ ഫ്രണ്ട്സിനെ നോക്കി പഠിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ. ടീനേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ദേ ബിൽഡ് ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്സ്. എൻ്റെ ഫ്രണ്ട്സിനിടയിലേക്ക് എനിക്ക് അക്സെപ്റ്റൻസ് വേണമെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യണം. സോ എൻ്റെ ഫ്രണ്ട് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്കൊരു സിഗരറ്റ് വെച്ച് നീട്ടിയാൽ ഞാനത് സ്മോക്ക് ചെയ്തെങ്കിലേ അവരുടെ ഗ്രൂപ്പിലേക്ക് ഒരു അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള തോട്ട് പ്രോസസ്സുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഡ്രഗ് കൺസ്യൂം ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഡ്രഗ് ഞാനും കൂടെ എടുത്തെങ്കിൽ മാത്രമേ ഐ വിൽ ബി അക്സെപ്റ്റഡ് ഇൻ ദാറ്റ് സർക്കിൾ. സോ അന്നേരം ആ ടെൻഡൻസി അവിടെ കൂടുതലാണ്. അപ്പം ആദ്യം ചെയ്യുന്നത് അത് ഒന്ന് അവരുടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാവും. ആൻഡ് ഓൾസോ ഒരു എക്സ്പെരിമെൻറ്റേഷൻ ഫാക്ടറുണ്ട്. ലൈക്ക് ഞാൻ ടീനേജായി, ഞാൻ അഡൾട്ടായി, സോ എനിക്ക് ഇത്രയും കാലം എൻ്റെ പേരൻസ് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ് ഇറ്റ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതിൽ തെറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സോട് എനിക്ക് വെച്ച് നീട്ടുകയാണ്. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ പ്ലേ ചെയ്യുമ്പോഴാണ് അഡിക്ഷൻ ആവുക. പക്ഷെ എന്നാൽ അഡിക്ഷൻ ഫസ്റ്റ് ടൈം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം യു ഫീൽ ഗുഡ്. ഇത്രയും കാലം എനിക്ക് കിട്ടാത്ത ആ ഒരു ഉന്മാദം ഐ എം ഫീലിംഗ്. സോ പിന്നീട് ഇവൻച്വലി ഐ നീഡ് ടു ഹാവ് ഇറ്റ് എന്ന് തിങ്ക് ചെയ്ത് അവിടെ നിന്നാണ് അഡിക്ഷൻ്റെ സ്റ്റാർട്ട് വരുന്നത്. സോ ദർ ആർ സോ മെനി ഫാക്ടേഴ്സ് വിച്ച് ഡിസൈഡ് അഡിക്ഷൻ. ഈ പോൺ വാച്ചിങ് അഡിക്ഷൻ ഇല്ലേ, അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? പോൺ വാച്ചിങ് എല്ലാ രീതിയിലും മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ ആധുനിക കാലത്തിലേക്ക് വരുമ്പം പോൺ കുറച്ചുകൂടെ വൈഡ് സ്പ്രെഡായി. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു $multi-billion ഇൻഡസ്ട്രിയാണ് പോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ പോൺ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം തന്നെ അത് ഡെവലപ്പ് ചെയ്യുന്നവർക്ക് മനസ്സിലായി ദാറ്റ് മനുഷ്യർക്ക് ഇങ്ങനെ ഒരു ഇൻഹറൻറ്റ് ടെൻഡൻസി ഉണ്ട്. ദിസ് പോൺ ഈസ് എ മേജർ അഡിക്ഷൻ. കാര്യം എന്നെക്കൊണ്ട് സാധിക്കാത്തൊരു കാര്യം നോക്കി പഠിക്കുമ്പോഴാണ് ഐ ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. അപ്പം പോണോഗ്രഫി എന്ന് പറയുന്നത് എസ്പെഷ്യലി ടീനേജ് പ്രായത്തിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ മനുഷ്യരുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് ആണ്.
ദേ വാണ്ട് ടു ട്രൈ എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പം ഇതൊക്കെ കണ്ടു വരുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വാണ്ട് ടു അഡോപ്റ്റ് ഇറ്റ് ഇൻ ദർ ലൈഫ് എന്നുള്ളതാണ്. അതിനെ നമ്മൾ എങ്ങനെ അത് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ കൂടുതലും പോണോഗ്രഫി നമ്മുടെ സെക്ഷൽ ലൈഫിനെ ബാധിക്കുക. സോ ദർ ആർ സോ മെനി സെക്ഷൽ ഡിസോർഡേഴ്സ്. അതിനെല്ലാം വൺ ഓഫ് ദ മേജർ റീസൺ ഇസ് പോണോഗ്രഫി. അപ്പം ഞാനെപ്പോഴും പറയും, പോണോഗ്രഫി കണ്ടിട്ട് സെക്സ് ചെയ്യാൻ പഠിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫോർമുല 1 റേസ് കണ്ടിട്ട് കാർ ഓടിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയെ പോലെ. മനസ്സിലായി? കാര്യം ഫോർമുല 1 റേസ് ഇസ് ഡിഫറെൻറ്റ്. ആ സ്കില്ല് വെച്ച് നമ്മുടെ റോഡിൽ കിടന്ന് ഓടിക്കാൻ നോക്കിയാൽ സ്റ്റോറി ഡിഫറെൻറ്റ്. പോണോഗ്രഫി കണ്ടിട്ട് നോർമൽ ലൈഫിലേക്ക് ആ സെക്ഷുവാലിറ്റി കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അത് കൂടുതൽ നമ്മളെ, ബിക്കോസ് പോണോഗ്രഫി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡൺ ബൈ പ്രൊഫഷണൽസ്. പ്ലസ് നമ്മൾ അറിയാത്ത ഒത്തിരി പ്രോപ്പുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ യൂസിങ് ഹോർമോൺസ്, പിൽസ്, സോ മെനി തിങ്സ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് നമ്മളെ കൂടുതൽ ഫ്രസ്ട്രേഷനിലേക്ക് നയിക്കത്തുള്ളൂ. സോ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സെക്ഷൽ ഡിസോർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് പോണോഗ്രഫി. പോണോഗ്രഫിയുടെ ഇൻറ്റൻറ്റാണ് ആൾക്കാർ ഇത്രയും, ബിക്കോസ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് നമ്മളിൽ ബിൽഡ് ചെയ്യുകയാണ്. ഇതാണ് നോർമൽ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. സോ ദേ ട്രൈ ടു ഡു ദാറ്റ് ആൻഡ് ദേ എൻഡ് അപ്പ് ഇൻ എ ഡിസപ്പോയിൻമെൻറ്റ്. ഇവിടെ നമ്മൾ ഈ സെലസ്റ്റിയൽ മൈൻഡിലെ ഒരു തെറാപ്പി സെഷൻസ് ഒക്കെ എങ്ങനെയാണ്, ഏതിലൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മളിവിടെ പൊതുവെ എല്ലാ ഡിസോർഡേഴ്സും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമ്മളൊരു കൗൺസിലിംഗ് ക്ലിനിക്കാണ്. സോ ഒരു കൗൺസിലിംഗ് സൈക്കോളജി ലെവലിലാണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. പൊതുവെ നോർമലായിട്ടുള്ള ആങ്സൈറ്റി, ഡിപ്രഷൻ, എല്ലാത്തര പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, ഇപ്പം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെങ്കിലും ബോർഡർ ലൈൻ ആണെങ്കിലും OCD, അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ മൂഡ് ഡിസോർഡേഴ്സ്, ഇപ്പം ബൈപോളാർ പോലത്തെ ഡിസോർഡേഴ്സ്, സ്കീസോഫ്രീനിയ ഒക്കെ. പക്ഷേ നമുക്ക് ഒരു സൈക്കാട്രിക് സപ്പോർട്ടും കൂടിയുണ്ട്, ഒരു ക്ലിനിക്കൽ സൈക്കോളജി സപ്പോർട്ടും കൂടി ഉണ്ട്. നമുക്ക് നമ്മുടെ സൈക്കാട്രിസ്റ്റ് ഉണ്ട്. സൈക്കാട്രിക് ഇൻ്റർവെൻഷൻ നമ്മൾ ക്ലയൻസിനെ അയക്കാറുണ്ട് ഇൻ കേസ് സൈക്കാട്രിക് സപ്പോർട്ട് വേണ്ടിയ ക്ലയൻസ് ആണെങ്കിൽ. അല്ലാത്തതെല്ലാം നോർമൽ കൗൺസിലിംഗ് ലെവലിൽ ചെയ്യാവുന്നതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ശരാശരി ക്ലയൻറ്റിന് വരാവുന്ന ഇഷ്യൂസ് ആയിട്ടുള്ള ആങ്സൈറ്റിയോ ഡിപ്രസീവ് തോട്ടുകളോ, അത് കൂടാതെ ഇപ്പം ചിലർക്ക് ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ പേരൻറ്റിങ് ഇഷ്യൂസ് ഉണ്ടാവും, കുട്ടികളിലുള്ള ഇഷ്യൂസ്, കുട്ടികളിലുള്ള എല്ലാത്തരം ഇഷ്യൂസും അതെല്ലാം നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ജീവിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു നമ്മൾ സങ്കടപ്പെട്ട് ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടുന്ന റീൽസ് കാണുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മോട്ടിവേഷൻ വേണമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും മോട്ടിവേഷൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണുക. ആ സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കും, ഓക്കെ ഇപ്പം ഞാൻ നന്നാവാം. അപ്പോൾ കുറച്ച് സമയത്തേക്ക് നമുക്ക് ഈ ഒരു മൈൻഡായിരിക്കും, സഡൻ മോട്ടിവേഷൻ എന്ന് പറയും. ആ ഒരു സഡൻ മോട്ടിവേഷൻ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബാക്ക് ടു നോർമലാവും, നമ്മൾ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കും. ഈ നമ്മൾ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന മോട്ടിവേഷൻ പിന്നെ എന്താ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്? പണ്ടൊരു എഴുത്തുകാരൻ എഴുതി, മോട്ടിവേഷനും കുളിയും ഒരുപോലെയാണെന്ന്. കാര്യം രണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം പറ്റില്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. മോട്ടിവേഷൻ പൊതുവെ ഷോർട്ട് ലീവ്ഡ് ആണ്. ഇപ്പം നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് കേട്ടിരിക്കുമ്പോൾ നല്ല രസമാണ്. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ എഫേർട്ട് എടുക്കുക. അപ്പം നമ്മൾ ഈ ചില മോട്ടിവേഷണൽ സ്പീച്ചസും അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസ്, നമുക്കൊരു ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നമ്മൾ മോട്ടിവേഷണൽ വീഡിയോ ഒക്കെ എടുത്ത് കാണും. അപ്പം പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് അത് സാധിക്കും, യു ആർ അൺബിലീവബിൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നേരം നമുക്കൊരു നല്ല ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ യു ഫോൾ ബാക്ക്, പഴയ ട്രാക്കിലേക്ക് തന്നെ പോകും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവർ നമ്മളെ കാണിക്കുന്നത് എൻ പ്രൊഡക്റ്റാണ്. യു ആർ അൺബിലീവബിൾ എന്ന് പറയുന്നത്, ഇപ്പം ബീങ് അൺബിലീവബിൾ ഈസ് ദ എൻ പ്രൊഡക്റ്റ് ഓഫ് സംതിങ്. അതായത് നമ്മളൊരു വ്യക്തി എപ്പോഴാണ് സക്സസ്ഫുൾ ആണെന്ന് പറയാം. ഒരു വ്യക്തിക്ക് ഒരു വീടും ഒരു കാറും ഒരു ജോലികളും, ആ വ്യക്തി നമ്മൾ സക്സസ്ഫുൾ എന്ന് പറയും. നമ്മളെപ്പോഴും ആ വ്യക്തിയെ അനുകരിക്കാൻ നോക്കും, ഐ വാണ്ട് ടു ബി ലൈക്ക് ഹിം. പക്ഷെ ആ വ്യക്തി എങ്ങനെ സക്സസ്ഫുൾ ആയി എന്നൊരു ഒരു പ്രോസസ്സുണ്ട് അവിടെ. അപ്പം ആ പ്രോസസ്സിലാണ് ട്രിക്കുകൾ മൊത്തം കിടക്കുക. മനസ്സിലായി? അപ്പം ആ വ്യക്തി ആ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ വലിയൊരു ജോലി വാങ്ങാനോ അല്ലെങ്കിൽ ലൈഫിൽ സൂപ്പർ സക്സസ്ഫുൾ ആകാൻ വർഷങ്ങളുടെ എഫേർട്ടും ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ എടുത്തിട്ടുണ്ടാവും. അത് കാണാതെ വി ഓൾവേസ് ലുക്ക് അറ്റ് ദ എൻഡ് പ്രോഡക്റ്റ്. ഇപ്പം നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഇറ്റ് ഈസ് പോസിബിൾ, യു ആർ അൺബിലീവബിൾ എന്ന് കാണുമ്പം
സമ്മതിച്ചു ഐ ആം അൺബിലീവബിൾ, ബട്ട് ഹൗ ഡു ഐ റീച്ച് ദാറ്റ് പോയിന്റ്? ഹൗ ഡു ഐ ബിക്കം അൺബിലീവബിൾ? ആ പ്രോസസ്സ് അവർ പറയുന്നില്ലല്ലോ. സോ എങ്ങനെയാണ് ഒരു മോട്ടിവേഷനും തെറാപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, തെറാപ്പിയിലൂടെ നമ്മളെപ്പോഴും പറയും ബേബി സ്റ്റെപ്സ് എന്ന് പറയും. അതായത് ക്ലയൻറ്റിനെ വി ഹെൽപ്പ് ദം ടു ടേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നമ്മളൊരു സ്ഥലത്തുനിന്ന് സ്റ്റെപ്പ് കയറി മുകളിലെത്തണമെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് എടുത്താലേ പറ്റും. ഇവിടുന്ന് ചാടി ഇവിടെ എത്താൻ പറ്റില്ല. അവിടെ നിന്ന് ചാടി എത്തിയാൽ സംവർ അല്ലെങ്കിൽ യു വിൽ ഫോൾ ഡൗൺ, ഉരുണ്ട് തിരിച്ചു വിടെത്തും. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറിയാലേ പറ്റും. ഇറ്റ്സ് ഓൾ അബൌട്ട് ടേക്കിംഗ് ദോസ് ടൈനി സ്റ്റെപ്സ്. നമ്മളതിനെ സൈക്കോളജിക്കൽ ലാംഗ്വേജിൽ ബിഹേവിയറൽ ആക്ടിവേഷൻ എന്നൊക്കെ പറയും. നമ്മൾ ക്ലയൻസിന് ഒരിക്കലും നമുക്കൊരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്തൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അവരത് കേട്ടിട്ട് പോകും, പക്ഷെ നാളെ ദേ വിൽ ഫോൾ ബാക്ക്. വാട്ട് വി ഡു ഈസ് ഹെൽപ്പ് ദം ടു മേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇന്ന് നിങ്ങൾ 5 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം റീല് കണ്ടു, നാളെ മുതൽ കംപ്ലീറ്റ്ലി ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ക്ലയൻറ്റിനോട് നമ്മൾ പറയും നോ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. നിങ്ങൾ 3-4 ദിവസം നിങ്ങളത് പിടിച്ചു നിൽക്കും, പക്ഷെ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവും, നിങ്ങൾ ഡെസ്പറേറ്റ് ആവും. പിന്നെ 5 മണിക്കൂർ നിങ്ങൾ 10 മണിക്കൂറാക്കും. പിന്നെ വാട്ട് യു ഡു ഈസ് 5 മണിക്കൂറത്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കണ്ടത് നാളെ നമ്മൾ 4.5 മണിക്കൂറാക്കുന്നു. അടുത്ത ഒരാഴ്ച നമ്മൾ 4.5, ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്, അടുത്ത ഒരാഴ്ച നമ്മൾ 4.5 മണിക്കൂർ കണ്ടു, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മളതിനെ 4 ആക്കി, പിന്നെ 3 ആക്കി. ആൻഡ് ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്. കാര്യം നമ്മൾ എന്തെങ്കിലും റീൽസ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ കാണുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ട്. നമ്മൾ 5 മണിക്കൂർ കണ്ടില്ലെന്നേ ഉള്ളൂ, വി വാച്ച്ഡ്. 5, 4, 3, 2, 1, അര, 10 മിനിറ്റ്, അങ്ങനെ ഒരു ടൈം ഫ്രെയിം കൊണ്ടുവരും. യു കനോട്ട് മോട്ടിവേറ്റ് യുവർ സെൽഫ് ലൈക്ക് ദിസ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് ഞാൻ റീൽ കാണുന്നില്ല എന്നുള്ളതാണ് മോട്ടിവേഷൻ. ബട്ട് ഹൗ ഡു യു ആക്ടിവേറ്റ് യുവർ ബിഹേവിയർ? ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്രോസസ്. സ്വയം കുറച്ച് കൊണ്ടുവരിക. ഈ ഒരു എക്സാമ്പിൾ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ടേക്കിംഗ് ദറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ്, നോട്ട് റീച്ചിങ് ടു ദാറ്റ് പോയിന്റ്. അതാണ് മോട്ടിവേഷനും ടേക്കിംഗ് ദ റൈറ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ബിഹേവിയറൽ ആക്ടിവേഷൻ തമ്മിലുള്ള വ്യത്യാസം. സോ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് തെറ്റായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഡെസ്റ്റിനേഷൻ എത്തിപ്പെട്ടായിരിക്കാൻ പറ്റും. ഈ മാനിഫെസ്റ്റേഷൻസ് സൈക്കോളജിയായി ബന്ധപ്പെട്ടതാണ്. അതൊരു വലിയ ടോപ്പിക്കാണ്. അതൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കും കൂടെയാണ്. മാനിഫെസ്റ്റേഷന് വിശ്വസിക്കുന്നവരുണ്ട്, അതിൽ വിശ്വസിക്കുന്ന സൈക്കോളജിസ്റ്റുമാരുമുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. മാനിഫെസ്റ്റേഷൻ എനിക്ക് ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് പല കാര്യങ്ങളും കിട്ടിയ വ്യക്തികളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ ഐ കനോട്ട് പ്രൂവ് ദാറ്റ് ദെയർ ബിലീഫ് ഈസ് റോങ്. കാര്യം ആധുനിക കാലത്തിൽ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോപ്പുലേഷനാണ് നമ്മൾ. എസ്പെഷ്യലി കേരളം പോലൊരു പോപ്പുലേഷൻ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി ഒരു റാഷണൽ മൈൻഡ് സെറ്റ് ഉണ്ട്. എല്ലാം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. കാര്യം എന്തെനിക്ക് തെളിയിക്കാൻ പറ്റുന്നു അതാണ് സത്യം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ, തിരിച്ച് ചിന്തിച്ചാൽ പ്രൂഫ് ഇല്ലാത്ത ഒന്നിനെ ഞാൻ വിശ്വസിക്കില്ല എന്ന് സ്റ്റബൺ ആവുകയാണ് നമ്മളോട്. സോ നാച്ചുറലി നമ്മൾ ഡോക്ടേഴ്സ് എടുത്ത് പോയാലൊക്കെ പലപ്പോഴും പലരും ഇതൊക്കെ തള്ളിക്കളയും. ഐ ഡോണ്ട് പേഴ്സണലി ബിലീവ് എന്ന് പറയും. ഇപ്പം എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഡു മാനിഫെസ്റ്റേഷൻ വർക്ക്? യെസ് ആൻഡ് നോ എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞത് ഇതൊക്കെ പേഴ്സണൽ ബിലീഫാണ്. ഇപ്പോൾ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയുന്നവരുണ്ട്, ഇല്ലെന്നും പറയുന്നവരുണ്ട്. രണ്ടുപേരും നമുക്ക് കിട്ടും. ദൈവം ഉണ്ടെന്ന് പറയുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. സോ അവരോട് ദൈവത്തെ വിശ്വസിക്കരുതെന്ന് പറയാൻ പറ്റില്ല. ദേ വിൽ നോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് പ്രോസസ്. ദൈവത്തെ വിശ്വസിക്കാത്ത ഒരാളോട് ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് തെളിയിക്കാനും പറ്റില്ല. അവർ പറയും കാര്യം ദൈവം ഇല്ലെന്നുള്ള പ്രൂഫ് എൻ്റെ ഉണ്ടെന്ന് പറയും. സോ ടു ഹീച്ച് ഹിസ് ഓൺ. നിങ്ങളുടെ വിശ്വാസം എന്താണോ ഗോ വിത്ത് ഇറ്റ്. ഞാനെപ്പോഴും പറയുന്നത്, ഇപ്പം ചില ക്ലയൻസിനോട് നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം കുറച്ചുകൂടെ സയൻസും സ്പിരിച്വാലിറ്റിയും ഒക്കെ കുറച്ചുകൂടെ ഫ്യൂസ് ചെയ്ത് വരുന്നൊരു കാലം. ഇപ്പോൾ ആധുനിക കാലത്ത് പണ്ട് ഇല്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇപ്പോൾ സ്പിരിച്വലി ഇൻഫ്യൂസ്ഡ് CBT പോലും ഉണ്ട്. ഇപ്പോൾ CBT 100% സയൻറ്റിഫിക്കലി ബാക്ക്ഡ് ആണെങ്കിൽ സ്പിരിച്വാലിറ്റിക്ക് ഒരു സയൻറ്റിഫിക് ബാക്കിംഗ് ഇല്ല. അത് പേഴ്സണൽ സബ്ജക്റ്റീവ് ബിലീഫ്. അതായത് ഞാനൊരു കാര്യം കണ്ടു, ഞാനത് വിശ്വസിക്കുന്നു എന്നും പറഞ്ഞിട്ട് ലോകം അത് വിശ്വസിക്കണമെന്നില്ല. അതെൻ്റെ സബ്ജക്റ്റീവ് ബിലീഫാണ്. സോ സ്പിരിച്വാലിറ്റി സബ്ജക്റ്റീവാണ്. എന്നാൽ സ്പിരിച്വാലിറ്റി ഇൻഫ്യൂസ്ഡ് CBT എന്നൊക്കെ പറഞ്ഞിരുന്ന കുറച്ചുകൂടെ സയൻസും സയൻറ്റിഫിക് അല്ലാത്തതും തമ്മിൽ മെർജ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം ആധുനിക കാലത്തെ തെറാപ്പികളൊക്കെ നോക്കിയാൽ നമ്മൾ ക്ലയൻസിനോട് ചോദിക്കും, വാട്ട് ഡു യു വാണ്ട് ഇൻ ലൈഫ്? നിങ്ങളുടെ ലൈഫിൽ എന്താണ് മീനിങ് ഫുൾ? ചില ക്ലയൻസ് പറയും ഐ വാണ്ട് ടു ബി ക്ലോസർ ടു ഗോഡ് എന്ന് പറയും. പല ക്ലയൻസും പറയാറുണ്ട് ദൈവത്തിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്തത് കൊണ്ട് എൻ്റെ ലൈഫിൽ പല ഇഷ്യൂസ് വന്നെന്ന് പറയും. അപ്പം ഞാൻ അവരോട് ദൈവം ഉണ്ടോ ഇല്ല എന്ന് പറയുന്നതല്ല എൻ്റെ ടോപ്പിക്. അവിടെ
ഞാൻ ചോദിക്കും വാട്ട് ഡു യു വാണ്ട് ഇൻ ലൈഫ്? അപ്പോൾ പറയും ഐ വാണ്ട് ടു ബി ക്ലോസർ ടു ഗോഡ്. സോ നമ്മൾ പിന്നെ ആ തെറാപ്പിയിലൂടെ നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നത് വി ഹെൽപ്പ് ദം ടു റീച്ച് ദാറ്റ് പോയിന്റ് എന്നുള്ളത്. അവിടെ ഞാൻ അവരുടെ വിശ്വാസത്തെയും തൊട്ട് കളിക്കുന്നില്ല. ഐ ഓൺലി ഹെൽപ്പ് ദം ടു ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക് എന്നുള്ളത്. അപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളൊരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്നാൽ യെസ് പ്ലീസ് മാനിഫെസ്റ്റ് ഇറ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. ഇതിലൊന്നും വിശ്വാസമില്ലെന്നൊരു ക്ലയൻറ്റ് വന്നാൽ ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. സോ ഇതൊക്കെ സബ്ജക്റ്റീവ് ബിലീഫാണ്, നെയ്തർ റൈറ്റ് നോർ റോങ്. അപ്പോൾ നമ്മൾ ശരീരം, അതായത് ഈ പനിയോ ജലദോഷമോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കുന്ന പോലെ മനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം എന്നാണ് ഇപ്പോഴത്തെ കാലത്തിലെ ആളുകൾ വിശ്വസിക്കുന്നതും ഇപ്പോഴത്തെ സൊസൈറ്റി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചു, ഏകദേശം എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.